അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ ദൈവം തമ്പുരാന്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. വേദിയിലുള്ള ആദരണീയരായ വിശിഷ്ടരായ മതപണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും പ്രത്യേകമായി പേരെടുത്ത് പരാമർശിച്ച് ഞാൻ എൻ്റെയും നിങ്ങളുടെയും വിലപിടിപ്പുള്ള സമയത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. ഈ മഹാക്ഷേത്രാങ്കണത്തിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടതിലും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്പനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചതിലും ഞാൻ സംഘാടകരോട് നന്ദി പറയുകയും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകമായി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ സമകാലിക കേരളം, ഭാരതം, ലോകം ഇത്തരം മഹാസദസ്സുകളെ പ്രതീക്ഷിക്കുന്നു. മതത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരതയും ഫാഷിസവുമൊക്കെ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്ത് മതം കച്ചവടവൽക്കരിക്കപ്പെടുകയും മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ സ്വാർത്ഥംബരികളായി തീരുകയും അധികാര രാഷ്ട്രീയത്തിന്റെ വിഹിതം പറ്റുന്ന പുരോഹിത വർഗത്തിന്റെ അവിഹിതമായ ഇടപെടലുകളിലൂടെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മതത്തിന്റെ സ്നേഹവും ശാന്തിയും സമാധാനവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈയടുത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, ഉന്നതരായ അഭിഭാഷകർ നേതൃത്വം കൊടുക്കുന്ന സംഘടന, ഇന്ത്യ ഗവൺമെന്റിന് നൽകിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്ത് നടന്ന ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ, അതിൽ കൂടുതലും തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പ് വർഗീയ കലാപങ്ങൾ നടക്കുന്നു? അതിന്റെ ഒരേയൊരു ഉത്തരം നമുക്കറിയാം. ഒരുപക്ഷെ എന്താണ് വർഗീയ കലാപം എന്ന ചോദ്യത്തിന്റെ കൂടി ഉത്തരം അതാണ്. അധികാര തൽപരരായ രാഷ്ട്രീയ മേലാളന്മാരും സ്വാർത്ഥംബരികളായ പുരോഹിത പരിഷകളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ പിറന്നു വീഴുന്ന ജാരസന്ധതിയാണ് വർഗീയത. ആ വർഗീയതയെ നിർമാർജനം ചെയ്യാൻ മതത്തിന്റെ സ്നേഹ കൂട്ടായ്മകൾക്ക് സാധിക്കേണ്ടതുണ്ട്. മതം വികാരമല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ മതസമൂഹം മതത്തെ വികാരപരമായാണ് വിശകലനം ചെയ്യുന്നത്. മതം വിചാരമാണ്. ഒട്ടനവധി മനുഷ്യന് മാത്രം ജഗന്നിയന്താവ് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള മനുഷ്യന്റെ ചിന്താശേഷിയെ, വിചാരബോധത്തെ തട്ടിയുണർത്തുകയാണ് മതഗ്രന്ഥങ്ങളുടെ ആധ്യാത്മിക പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ മതപഠന സദസ്സുകൾ, അവിടെ വിചാരബോധമാണ് സജീവമാകേണ്ടത്. സാധാരണക്കാരായ മതനാമധാരികൾ ഒരുപക്ഷെ വികാരജീവികളാവാം. ആ വൈകാരികത മാറ്റിവെച്ചുകൊണ്ട് മതത്തെ പഠിച്ചറിയാൻ സാധിക്കാം. ഈ പ്രഭാഷണത്തിന് കോഴിക്കോടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, ഇന്ത്യ രാജ്യത്തെ മഹാമുനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിന്തകൻ, ഋഷിവര്യൻ, പണ്ഡിതൻ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ സംസ്കൃതിയെക്കുറിച്ച്, ആർഷഭാരത സംസ്കൃതിയെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് വിശദീകരിച്ച സൈദ്ധാന്തികൻ, ആചാര്യൻ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യ സർവസ്വം കൃതികളുടെ സമാഹാരം ഞാനൊന്ന് കണ്ണോടിച്ചു.
അതിലെ ഒരു പരാമർശം എന്റെ മനസ്സിനെ മതിച്ചതുകൊണ്ട് ഞാൻ ഈ പ്രബുദ്ധ സദസ്സിന്റെ മുമ്പിൽ അത് വിശദീകരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ 101 വാള്യത്തിന്റെ 182 പേജിൽ പറയുന്നു, അനുഭവവേദ്യമാകുന്നതുവരെ മതത്തെപ്പറ്റി സംസാരിച്ചതുകൊണ്ട് വലിയ ഫലമില്ല. മതം, അതിന്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും മനുഷ്യന്റെ അനുഭവ സമ്പത്തായി തീരുമ്പോഴാണ് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അത് പ്രസക്തമായി തീരുക. ഈശ്വരന്റെ പേരിൽ ഇത്രയധികം കലക്കവും കലഹവും യുദ്ധവും ഉണ്ടാകാൻ കാരണമെന്ത്? മറ്റേതിലുമധികം രക്തപ്രവാഹം ഈശ്വരനെ ചൊല്ലിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതെന്തുകൊണ്ട് മതത്തിന്റെ ഉറവയുടെ ഉൽപ്പത്തി വരെ പോകാഞ്ഞിട്ട് തന്നെ? അദ്ദേഹം അതിന് മറുപടി നൽകുകയാണ്. ഈശ്വരന്റെ പേരിൽ കലഹവും കലാപവും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മതത്തിന്റെ ഉറവയുടെ ഉൽപ്പത്തി വരെ പോകാഞ്ഞിട്ട് തന്നെ. അഗാധമായ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അഭാവമാണ് വൈകാരികമായ നിലപാടുകൾക്ക് അടിസ്ഥാന കാരണം. തങ്ങളുടെ പൂർവികന്മാരുടെ മാമൂലാചാരങ്ങൾക്ക് മനസ്സമ്മതം മൂളി സാധുജനം അങ്ങനെ തൃപ്തിപ്പെട്ടു. മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നാട്ടാചാരങ്ങളും പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന അന്ധവിശ്വാസങ്ങളുമൊക്കെയായി മതം മാറി. മതത്തിന്റെ പ്രഭവത്തിലേക്ക് തിരിച്ചു പോകാൻ, വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്കും തെളിച്ചത്തിലേക്കും വെളിച്ചത്തിലേക്കും കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അവിടെ ഈ ക്ഷേത്രത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടതുപോലെ മഹത്തായ ഒരു ആധ്യാത്മിക ദർശനത്തെ കാണാൻ നമുക്ക് സാധിക്കും. പരബ്രഹ്മം, ഓംകാരം. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഓംകാരത്തിന് മലയാളത്തിലെ ബൃഹത്തായ ഭാഷാ നിഘണ്ടു ശബ്ദധാരാവലി നൽകിയിട്ടുള്ള അർത്ഥം പരബ്രഹ്മ സൂചകമായ പ്രണവമന്ത്രം എന്നാണ്. സാക്ഷാൽ പ്രപഞ്ചനാഥൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവനല്ല, പരബ്രഹ്മം. ത്രിമൂർത്തി സങ്കല്പമൊക്കെ പിൽക്കാലഘട്ടത്തിലെ ഇതിഹാസപരമായ സ്മൃതി ഗ്രന്ഥങ്ങളുടെ പൗരാണിക പാഠങ്ങളാണ്. ത്രിമൂർത്തി സങ്കല്പങ്ങൾക്കും ഉപരിയായ ചിന്തയാണ് പരബ്രഹ്മം എന്നതിന്റെ വിവക്ഷ. തമീശ്വരാണാം പരമം മഹേശ്വരം, താം ദേവതാനാം പരമം ച ദൈവതം, പദീം പദീനാം പരമം പരസ്ഥാത്, വിധാമ ദേവം ഭുവനേശമീഢ്യം. എല്ലാ ഈശ്വരന്മാരുടെയും ഉന്നതനായ ഈശ്വരൻ, സകല പതികളുടെയും അധിപതിയായിട്ടുള്ളവൻ, സർവചരാചരങ്ങളുടെയും പരിപാലകൻ, ഭുവനേശൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, അവന് ഞങ്ങൾ ഈഢ്യമർപ്പിക്കുന്നു, ആരാധനകൾ അർപ്പിക്കുന്നു. ആ ഈശ്വരനിലേക്കുള്ള തിരിച്ചുപോക്കാണ് വേദഗ്രന്ഥങ്ങളുടെ സമന്വിത സന്ദേശം. ഇതൊരു മഹാസത്യമാണ്. ആ ഈശ്വരൻ ഹിന്ദുവിന്റെ മാത്രം ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, മുസ്ലിങ്ങളുടെയോ ബൗദ്ധരുടെയോ ജൈനരുടെയോ മാത്രം ദൈവമല്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ചാണ് മുനിമാരും ഋഷിമാരും പ്രവാചകന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും. അവരാരും തന്നെ, പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, അവരാരും തന്നെ, ഒരു മുനിയും ഋഷിയും പ്രവാചകനും തങ്ങളെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. എന്താണ് പ്രാർത്ഥന? നേർച്ച വഴിപാടുകൾ. മനുഷ്യന്റെ അകത്തളങ്ങളിലെ നിസ്സഹായതയുടെ നിലവിളിയാണ് പ്രാർത്ഥന. ആ ശരണം വിളി ആർക്കാണ് അർപ്പിക്കേണ്ടത് എന്ന് വേദഗ്രന്ഥങ്ങൾ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഭാരതീയ വേദഗ്രന്ഥങ്ങളുടെ ശ്ലോക സമാഹാരത്തിൽ ഏറ്റവും മഹോന്നതമായി അറിയപ്പെടുന്നത് മഹാനിർവാണ സ്തോത്രമാണ്. മഹാനിർവാണ സ്തോത്രം ഏറ്റവും മഹോന്നതമായ. നിർവാണമെന്നാൽ മോക്ഷം, സ്തോത്രമെന്നാൽ സ്തുതിഗീതം, പ്രാർത്ഥനാ മന്ത്രം. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, നമസ്തേ ചിതേ വിശ്വരൂപാത്മകായ, നമോദ്വൈത തത്വായ മുക്തിപ്രദായ,
നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം തദേകം സ്മരാമസ്തദേകം ജപാമ തദേകം ജഗത് സാക്ഷി രൂപം നമാമഃ. ഓം നമസ്തേ സദേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും ആശ്രയം നൽകുന്നവനായ ആ ഓംകാര ശക്തിക്ക്, പരബ്രഹ്മത്തിന്, ഏകനായ പടച്ചതമ്പുരാന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, യഹോവയ്ക്ക് ഞാൻ എന്റെ പ്രണാമവും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ത്വമേകം ശരണ്യം, അവനോട് മാത്രം ഞാൻ, അവൻ ഏകനാണ്, അവനോട് മാത്രം ഞാൻ ശരണം തേടുന്നു. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ, ആ ഏകനാണ് സൃഷ്ടി സ്ഥിതി സംഹാരകൻ. സൃഷ്ടിക്കാൻ ഒരു ദൈവം, സംഹരിക്കാൻ വേറൊരു ദൈവം, സ്ഥിതി നിയന്ത്രിക്കാൻ മറ്റൊരു ദൈവം. അതൊക്കെ മനുഷ്യ നിർമ്മിത, പുരോഹിത നിർമ്മിത വികല വൃക്ഷാഗതികളാണ്. ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ തദേകം സ്മരാമസ്തദേകം ജപാമ, ആ ഏകന്റെ മാത്രം ഞങ്ങൾ സ്മരിക്കുന്നു, ആ ഏകന്റെ നാമം ഞങ്ങൾ ജപിക്കുന്നു. തദേകം ജഗത് സാക്ഷി രൂപം നമാമഃ, ആ ഏകന് മുമ്പിൽ മാത്രം ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ നിഷ്കളങ്കമായ ഏകദൈവ ആരാധന, അറബിയിൽ തൗഹീദ് എന്ന് പറയും. ആ ഏകദൈവ ആരാധനയാണ് മുനിമാരും ഋഷിമാരും പ്രവാചകന്മാരും പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ ആധ്യാത്മിക പാഠത്തിലേക്ക് കടന്നു വന്നാൽ, ആദരണീയനായ എന്റെ സുഹൃത്തും അഭിവന്ദ്യ പുരോഹിതനുമായ ക്രൈസ്തവ പണ്ഡിതൻ ഇവിടെയുണ്ട്. മലയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തു. മലയുടെ താഴ്വരയിൽ ദൈവത്തിന്റെ സുവിശേഷം. ആ സന്ദർഭത്തിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, വേദമെഴുത്തുകാർ കടന്നു വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മുഖ്യ ഉപദേശമെന്ന്. സുന്ദരമായ, അർത്ഥപൂർണമായ, ക്രിസ്തുവിന്റെ ആധ്യാത്മികമായ അറിവിനെ അളക്കുന്ന ചോദ്യമാണത്. വേദമെഴുത്തുകാരായ ശാസ്ത്രിമാരുടെ ചോദ്യം എന്താണ്? ഫസ്റ്റ് കമാൻഡ്, മുഖ്യ ഉപദേശം. ക്രിസ്തു നൽകിയ മറുപടി, നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, യുഗാബ്ദങ്ങൾക്ക് മുമ്പ് 10 കൽപ്പനകളുമായി ഇസ്രായേൽ ജനത്തിലേക്ക് കടന്നു വന്ന മഹാപ്രവാചകൻ മോസസിന് നൽകപ്പെട്ട ഒന്നാമത്തെ കൽപ്പന തന്നെയാണ്. നിലവിലുള്ള ബൈബിളിന്റെ പഴയ ഗ്രന്ഥങ്ങൾ, പെന്റാറ്റുക്, പഞ്ചഗ്രന്ഥികൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, രണ്ടാം പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ തുടങ്ങിയ വചനത്തിലും, ആവർത്തനം പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 6 മുതൽ തുടങ്ങിയ വചനത്തിലും പഠിപ്പിച്ച പാഠം, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിലെ കേൾക്ക, നമ്മുടെ കർത്താവായ ദൈവം അവൻ ഏകനാകുന്നു. ആ ഏകനായ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം, ആരാധിക്കണം. അതാണ് മാനവകുലത്തിന്റെ മോക്ഷത്തിന്റെ മാർഗം, ഐക്യത്തിന്റെ മാർഗം, സമാധാനത്തിന്റെ മാർഗം. യേശുക്രിസ്തു പഠിപ്പിച്ച, മോശെ പ്രവാചകൻ പഠിപ്പിച്ച, കൃഷ്ണനും ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരും പഠിപ്പിച്ച ഈ ഈശ്വരാരാധന, അത് ആവർത്തിക്കുകയായിരുന്നു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. മാനവതക്ക് മാർഗദർശനത്തിന്റെ മഹാവെളിച്ചവുമായി കടന്നു വന്ന മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക പ്രവാചകരെ, ദൈവം ഏകനാകുന്നു. ദൈവം അവൻ ഏകനാകുന്നു. ഹിന്ദുക്കൾക്ക് കുറെ ദൈവം, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവം, മുസ്ലിങ്ങളുടെ ദൈവം വേറെ, ബൗദ്ധരുടെയും ജൈനരുടെയും ദൈവം വേറെ. അങ്ങനെ ദൈവം തമ്പുരാനെ, ഈ പ്രപഞ്ച ശക്തിയെ, ഈ പരബ്രഹ്മത്തെ, അള്ളാഹുവിനെ, യഹോവയെ നിങ്ങൾ വർഗീയമായി കമ്പാർട്ട്മെന്റുകളിലേക്ക് പകുത്തെടുക്കേണ്ടതില്ല. അതുവഴി നിങ്ങൾ വർഗീയതയുടെ ചോരച്ചാലുകൾ തീർക്കേണ്ടതുമില്ല. ദൈവം ഈശ്വരൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ സർവാധിനാഥനാകുന്നു. ഓം നമസ്തേ സദേ സർവ ലോകാശ്രയായ, അവൻ സർവാധിനാഥനാകുന്നു. ലം യലിദ് വലം യൂലദ്, ദൈവം ജനിച്ചിട്ടില്ല. അവന് പിതാവോ പുത്രനോ പുത്രിയോ എന്ന അവസ്ഥയില്ല.
ഈശ്വരൻ 1400 വർഷം മുമ്പ് അറേബ്യയിൽ ജനിച്ചുവെങ്കിൽ ഈശ്വരന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്, മനുഷ്യരുണ്ട്. 1400 വർഷം മുമ്പ് അറേബ്യയിൽ ജനിച്ച ആ വ്യക്തിയെ അവർക്കറിയില്ല. 2000 വർഷം മുമ്പ് ഇസ്രയേലിൽ ദൈവം ജനിച്ചുവെങ്കിൽ അതിനു മുമ്പ് ലോകമുണ്ട്, അവർക്ക് അദ്ദേഹത്തെ അറിയില്ല. ഭാരതീയ പുരാണപ്രകാരം 5 ഘട്ടങ്ങളാണ് ലോകത്തിന്: കൃതം, ത്രേതം, ദ്വാപരം, കലി, കൽപ്പം. കൃതയുഗം സൃഷ്ടിപ്പിന്റെ യുഗമാണ്, ത്രേതായുഗം രാമയുഗമാണ്, ദ്വാപരം കൃഷ്ണയുഗമാണ്, കലിയുഗം നാം ജീവിക്കുന്ന കലികാലമാണ്, കൽപ്പകാലം ലോകാവസാനമാണ്, പ്രളയമാണ്, ഖിയാമത്ത് നാളാണ്. ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യ പരമ്പരകൾക്ക് ഈ മുനിമാരെ പല ഋഷിമാരെയും അറിയില്ല. അതുകൊണ്ട് ജനിമൃതികളും പരിമിതികളും ഉള്ളവരല്ല ദൈവം. ഞാനും നിങ്ങളും നെഞ്ചിലേറ്റേണ്ട ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന് വർഗീയതയില്ല പ്രിയമുള്ളവരെ. നമുക്കാണ്, നമ്മുടെ വികല ചിന്തകൾക്കാണ്, നമ്മുടെ അറിവില്ലായ്മകൾക്കാണ് വർഗീയത. പറഞ്ഞുവല്ലോ, മതം, വൈദിക ഗ്രന്ഥങ്ങളുടെ ആധ്യാത്മിക പാഠങ്ങൾ അത് മനുഷ്യന്റെ വിചാരബോധത്തെ പ്രബുദ്ധമാക്കുന്നു. അവിടെ വർഗീയത കാണാൻ കഴിയില്ല. എല്ലാവർക്കും വേണ്ടി വായുവും വെള്ളവും വെളിച്ചവും എല്ലാ അനുഗ്രഹങ്ങളും സംവിധാനിച്ച പടച്ചതമ്പുരാൻ മനുഷ്യരോട് വർഗീയത കാണിക്കുന്നില്ല. വർഗീയത കാണിച്ചിരുന്നുവെങ്കിൽ നിരീശ്വരവാദിക്ക് ദൈവം മഴ പെയ്യിപ്പിച്ചു കൊടുക്കുമായിരുന്നില്ല. കൊടുക്കുമോ? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വർഗീയതയില്ല. ദൈവം സ്നേഹസ്വരൂപനാണ്, പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്. നാം ആ ദൈവത്തെ വികലമായി വികൽപ്പിച്ചതുകൊണ്ട് നമുക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടായി. ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, മോക്ഷത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ പ്രിയപ്പെട്ടവരെ, ഇത്തരം സർവമത മഹാസമ്മേളനങ്ങളിലെ ചർച്ചകൾ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ ഈ മൗലികമായ തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരിക്കലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഖുർആനിനെ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും പേരിൽ തെറ്റിദ്ധരിക്കരുത്. തീവ്രവാദവും ഭീകരതയും അനീതിയാണ്, അതിക്രമമാണ്. ഖുർആൻ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന വിരോധം അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് പ്രേരണയായി തീരരുത്. ആരോടും അനീതി പ്രവർത്തിക്കരുത്. വർഗീയവാദം, തീവ്രവാദം, ഭീകരത അത് അനീതിയാണ്. കൊല്ലപ്പെട്ടത് ഹിന്ദുവല്ലേ, കൊല്ലപ്പെട്ടത് മുസ്ലിമല്ലേ, കൊല്ലപ്പെട്ടത് ക്രിസ്ത്യാനിയല്ലേ, തിരിച്ചടിക്കണം എന്ന തീവ്രവാദം, വർഗീയവാദം. നിരപരാധികളായ അനേക ലക്ഷം മനുഷ്യരുടെ ജീവൻ ഹോമിക്കപ്പെട്ടത് ഈ വർഗീയതയുടെ ബലിക്കല്ലിലാണ്. മതത്തിന്റെ അന്തർധാരയിൽ വർഗീയതയില്ല, മനുഷ്യ സ്നേഹമാണ്. ഖുർആൻ 49-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യവർഗമേ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആദാമിന്റെയും ഹവ്വായുടെയും മക്കൾ. ബൈബിളിന്റെ പാഠം തന്നെയാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശോ ഭുവനത്രയം, മനുഷ്യരൊക്കെ ബന്ധുക്കളാണെന്ന് ഭാരതത്തിലെ വേദോപനിഷത്തുകളും പഠിപ്പിക്കുന്നു. ഈ ബന്ധുത്വമാണ് നമ്മൾ മറന്നത്. ഈ ഏകമാനവികതാ ബോധമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു പിടിക്കാൻ വിശ്വാസത്തിന്റെ വഴി കൊണ്ട് മാത്രമേ സാധിക്കൂ. വ്യക്തിപൂജ, വീരാരാധന, സൃഷ്ടിപൂജ എല്ലാം മനുഷ്യരിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളാണ്. സത്യവിശ്വാസത്തിന്റെ തെളിച്ചത്തിലേക്ക്, വേദഗ്രന്ഥങ്ങളുടെ മൗലികതയിലേക്ക്, സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആ ഉറവ വറ്റാത്ത ഊർജ സ്രോതസ്സിലേക്ക്, അടിസ്ഥാന വസ്തുതകളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. മതം അവിടെ യാഥാർത്ഥ്യമായി തീരുന്നു. ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണാനന്തരം മോക്ഷത്തിന്റെ ലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. വേദഗ്രന്ഥങ്ങളെല്ലാം അടിവരയിട്ട് ആ ലോകത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സ്റ്റേജിലും ഈ സദസ്സിലുമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് എത്ര പേർക്ക് മരണാനന്തരം മോക്ഷമെന്ന കാഴ്ചപ്പാടുണ്ട്? ജീവിതത്തിൽ പുണ്യം ചെയ്ത് ഏകദൈവാരാധകനായി സത്യവിശ്വാസിയും സൽക്കർമ്മിയുമായി മോക്ഷം കിട്ടണമെന്ന മനസ്സുണ്ട്. മരണാനന്തരം ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഉണ്ടാകണം. വേദഗ്രന്ഥങ്ങൾ പറയുന്നു, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി,
ന തത്രത്വം ന ജരയാ വിഭേദി. സ്വർഗലോകത്ത് ഭയമില്ല, ന ജര വാർദ്ധക്യമില്ല. അവിടെയാണ് ശാശ്വത സന്തോഷവും സുഖാനുഭൂതിയും സമാധാനവുമുള്ളത്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവ്രതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ യശുജൗ. നാനാ വിചാരങ്ങളാൽ വിഭ്രാന്തരായവർ, ദുർമോഹങ്ങളാൽ വിഷയാസക്തരായവർ നരകലോകത്തിൽ ആപതിക്കുമെന്ന് ഗീതയുടെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗ 16-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. ആ പരലോകം, നരക സ്വർഗങ്ങൾ സത്യമാണ്, സത്യമാണ്. ആ സത്യത്തെ അടിവരയിട്ട് വിരൽ ചൂണ്ടുകയായിരുന്നു മഹാമനീഷി യേശുക്രിസ്തു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിലവിലുള്ള ബൈബിളിന്റെ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലയോ മനുഷ്യ, പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണിനെ നീ ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരു കണ്ണുമായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. പാപം ചെയ്യാൻ നിന്റെ കൈ കാരണമാകുന്നുവെങ്കിൽ കൈ നീ വെട്ടിമാറ്റിക്കളയുക. ഇരു കൈകളുമായി നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരു കൈയുമായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. പാപം ചെയ്യാൻ കാല് കാരണമാകുന്നുവെങ്കിൽ മുറിച്ചു മാറ്റിക്കളയുക. മുടന്തനായി സ്വർഗത്തിലെത്തുന്നതാണ് ഉത്തമം. ആ സ്വർഗ നരകങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ഖുർആൻ ആ മഹാസത്യത്തെ, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ഖുർആനിന്റെ 82-ാം അധ്യായത്തിന്റെ 13-14 വചനങ്ങൾ. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യവാന്മാർ സ്വർഗത്തിലാണ്, പാപികൾ നരകത്തിലാണ്. ഭൗതികമായ കോടതികൾ, കൽത്തുറുങ്കുകൾ, ചാട്ടവാറുകൾ, തൂക്കുമരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിട്ടും തമ്മാടിത്വം അരങ്ങ് തകർക്കുന്നു. എന്താ കാരണം? അധികാരത്തിന്റെ മറവിൽ രക്ഷപ്പെടാം. സമ്പത്തിന്റെ സ്വാധീനം. ഇന്ത്യ മഹാരാജ്യത്ത് പതിവില്ലാത്ത വിധം ജഡ്ജിമാരെയും ഉന്നതരായ വിധികർത്താക്കളും വിലക്കെടുക്കപ്പെടുന്നു. അവരെയും വിലക്കെടുത്തുകൊണ്ട് തമ്മാടിത്തത്തിന്റെ തോന്നിവാസത്തിന്റെ വഴിത്താരയിൽ നിർബാധം സഞ്ചരിക്കാമെന്ന് കരുതുന്ന ആൾക്കൂട്ടം. അവരെ പിടിച്ചുകെട്ടാൻ ഭൗതിക ലോകത്തെ നിയമസംഹിതകൾക്കാവില്ല. ഈശ്വര വിശ്വാസവും പാരത്രിക ബോധവും വേണം. പരലോകത്തെ ദൈവത്തിന്റെ കോടതിയെ ഭയപ്പെടുന്ന ഒരു മനസ്സു വേണം. ആ മനസ്സുള്ളവന് മനുഷ്യസ്നേഹിയാകാൻ കഴിയും, ധാർമ്മിക ബോധമുള്ളവനാകാൻ കഴിയും. ആ ധാർമ്മികതയുടെ അധ്യാപനമാണ് പ്രവാചകന്മാരും മുനിമാരും ഋഷിമാരും പഠിപ്പിച്ചത്. ആ അധ്യാപനത്തെ അന്തിമമായി ആവർത്തിച്ചിട്ടുള്ള ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ. ഖുർആൻ അടിവരയിട്ട് പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയ, ഒരൊറ്റ ജാതി. നിങ്ങളുടെ സഖാവായ ദൈവം, അറബിയിൽ അല്ലാഹു എന്ന് പറയും. അല്ലാഹു. ഈ ചിത്രം കാണുമ്പോൾ പോലും എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഓംകാരത്തിന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പരബ്രഹ്മ സൂചകമായ പ്രണവമന്ത്രം, പ്രാർത്ഥനയിലെ ആദ്യാക്ഷരം. ഈ ഓംകാര ചിത്രമൊന്ന് തലതിരിച്ചിട്ടാൽ അല്ലാഹു എന്ന അറബി വാക്കുമായി അടുത്ത ബന്ധം വരുന്നു. ആ ബന്ധം അത് നമ്മുടെ ചിന്താധാരയെ ഉദ്ദീപിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. ദൈവമേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം എന്ന പ്രാർത്ഥന പ്രസിദ്ധമാണ്, പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ശാന്തി മാർഗമാണ് ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനം. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയാണ്. നിങ്ങളുടെ സഖാവായ ഈശ്വരൻ അവൻ ഏകനാണ്, ഒരേയൊരുവനാണ്. അവന് രൂപമില്ല, ചിത്രമില്ല, പ്രതിഷ്ഠയില്ല, പ്രതിമയില്ല. ഈ പരബ്രഹ്മ ക്ഷേത്രത്തെ ഒന്നുകൂടി ആധ്യാത്മികതയുടെ വഴിത്താരയിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രൂപവും ചിത്രയും പ്രതിഷ്ഠയും പ്രതിമയുമില്ലാത്ത ക്ഷേത്രം. സ്വാമി ദയാനന്ദ സരസ്വതി ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന അദ്ദേഹത്തിന്റെ കൃതികളുടെ സമാഹാരത്തിൽ പറയുന്നു, ഈശാവാസ്യോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഈശ്വരന് പ്രതിമകളില്ല, ഈശ്വരന് രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 37-ാമത്തെ ദൈവത്തിന്റെ രൂപം അവരൊരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ശബ്ദം അവരൊരു നാളും കേട്ടിട്ടില്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ലാ തുദ്രിക്കുൽ അബ്സാർ.
ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പദാർത്ഥ ലോകത്ത് സാധ്യമല്ല. ആ പദാർത്ഥ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ അവനേകനാണ്. അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് മോക്ഷമുണ്ട്, സമാധാനമുണ്ട്. ഈ സമാധാനത്തിന്റെ ദർശനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം. സകല വേദഗ്രന്ഥങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് അന്തിമമായി മാനവതക്ക് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ആധ്യാത്മിക പാഠം. നേരത്തെ ഉദ്ഘാടകനും ആമുഖ പ്രഭാഷകനും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമും ഖുർആനും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വാദിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമായി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നാണ്, സമാധാനമെന്നാണ്. ലോകത്തെ 600 ചില്ലാനം കോടി മനുഷ്യർക്ക് സുപരിചിതമായ 3 മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളുടെ ഒന്നാമത്തെ വരി ഞാനിവിടെ പറഞ്ഞാൽ അതേറ്റു നിങ്ങൾ പറയും. 100 കോടിയിലധികം വരുന്ന ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിന് മാത്രമല്ല 600 കോടിയിലധികം വരുന്ന ലോകത്തെ മനുഷ്യർക്ക് ഭാരതത്തിലെ വേദോപനിഷത്തുകളിലെ ഒരു മന്ത്രം മനപ്പാടമാണ്. ഏതാണത്? ഓം ശാന്തി എന്ന ശാന്തി മന്ത്രം. എന്താണ് ഓം ശാന്തി എന്ന വാക്കിന്റെ അർത്ഥം? ഓംകാരം ഏകത്വ സൂചകമായ ഏക ദൈവത്തെ കുറിക്കുന്ന പ്രാർത്ഥനയിലെ പ്രണവ മന്ത്രമാണെന്ന് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ പറയുന്നു. അപ്പോൾ ഓം ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? ഏകനായ ഈശ്വരനിൽ നിന്ന് ഭൂമുഖത്ത് സമാധാനമുണ്ടാകട്ടെ എന്ന്. ബൈബിളിലെ ഒരു വചനം ഞാനിവിടെ ആദ്യ വചനം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും രണ്ടാമത്തെ വചനം സുപരിചിതമാണ്. ലോകത്തെ 600 കോടിയിലധികം ജനങ്ങൾക്ക് ആ ശബ്ദം സുപരിചിതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉന്നതങ്ങളിലെ ദൈവത്തെ പ്രകീർത്തിക്കാൻ സന്മനസ്സുണ്ടാകണം, അത്യുന്നതകളിലെ ദൈവത്തെ സ്തുതിക്കാൻ സന്മനസ്സുണ്ടാകണം. എങ്കിൽ ഭൂമുഖത്തിന് സമാധാനമുണ്ട്. അറബിയിലേക്ക് വന്നാൽ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്ന്, ഏക ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. ആ ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. സംഘർഷമല്ല, ഭീകരതയല്ല, തീവ്രവാദമല്ല, വിഭാഗീയതയല്ല, അസമത്വമല്ല, ഉച്ചനീചത്വമല്ല, ജാതീയതയല്ല, വർണ്ണവിവേചനമല്ല. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതി, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, സർവമനുഷ്യരുടെയും സൃഷ്ടാവായ ദൈവം അവനേകൻ. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും മഹാപ്രപഞ്ചത്തിന്റെയും ഈശ്വരൻ അവനൊരു ദൈവം. അവനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഐക്യത്തോടെ ഒരുമയോടെ വർഗീയതയില്ലാതെ വിഭാഗീയതയില്ലാതെ ഈ ലോകത്ത് സമാധാനത്തോടെ സഹവസിക്കാനും പരലോകത്ത് സ്വർഗം നേടുവാനും മോക്ഷം കൈവരിക്കാനും ഇസ്ലാം ആവശ്യപ്പെടുന്നു. വേദഗ്രന്ഥങ്ങളെ സ്വാംശീകരിച്ചിട്ടുള്ള ഈ മഹത്തായ ദർശനം പഠിപ്പിച്ച സമാധാനത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവധൂതൻ. ആ മഹാപ്രവാചകന്റെ ചരിത്രപാഠം പഠിച്ചാണ് സ്വാമി ശ്രീനാരായണ ഗുരു തന്റെ അനുകമ്പാ ദശകത്തിൽ ഇങ്ങനെ പാടിയത്: പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ച ദൈവമാണോ? മനുഷ്യനും ദൈവവും ധർമ്മവും മാനവതയുടെ രൂപത്തിൽ അവതരിപ്പിച്ചതാണോ? അവതരിക്കപ്പെട്ടതാണോ? കാരുണ്യത്തിന്റെ കരകാണാ കടലായ മുഹമ്മദ് നബി എന്ന് ശ്രീനാരായണ ഗുരു പാടിയ ആ മഹാമനീഷി സ്നേഹത്തിന്റെ പ്രവാചകനാണ്, ഐക്യത്തിന്റെ പ്രവാചകനാണ്, തീവ്രവാദത്തെയും ഭീകരതയും എതിർത്ത പ്രവാചകൻ. ഹലക്കൽ മുത്തനത്തിഊൻ, തീവ്രവാദികൾക്ക് നാശം, തീവ്രവാദികൾക്ക് നാശമെന്ന് പ്രവാചകൻ 3 തവണ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. മറ്റൊരിക്കൽ തന്റെ സദസ്സിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞു: ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി മരിച്ചു വീഴുന്നവനും എന്നിൽപ്പെട്ടവനല്ല. വർഗീയതയുടെ മാർഗത്തിൽ ആരെങ്കിലും കൂട്ടായ്മ ചേരുകയും പോരാടുകയും മരിച്ചു വീഴുകയും ചെയ്യുന്നുവെങ്കിൽ സമാധാനത്തിന്റെ ദൈവത്തിന്റെ മതമായ ഇസ്ലാമിന് പുറത്താണ് അക്കൂട്ടർക്കുള്ള സ്ഥാനമെന്ന് പഠിപ്പിച്ച സമാധാനത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി തിരുമേനി. ആ മഹാഗുരുവിന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്
ഖുർആൻ. ഖുർആനിന്റെ ഈ സ്നേഹ സന്ദേശം അത് വർഗീയതയുടെ വേരുകൾ എറുക്കുന്നതാണ്. മനുഷ്യ മോക്ഷത്തിന്റെ മഹിത മന്ത്രമാണ്. ആ ദൈവീക സത്യത്തെക്കുറിച്ച് പഠിച്ചറിയാനും വേദഗ്രന്ഥങ്ങളുടെ ഈ ആദർശ സമന്വയത്തെക്കുറിച്ച് അടുത്തറിയാനും ഇത്തരം മത ചർച്ചകൾ കൊണ്ട് നമുക്ക് സാധിക്കണം. പ്രത്യക്ഷത്തിലെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ക്രൈസ്തവർ 3 ത്രിദൈവ വിശ്വാസം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഹൈന്ദവർക്ക് 33 കോടി ദൈവസങ്കല്പം. നാം കാണുന്ന മുസ്ലിങ്ങൾ ദർഗകളും മക്കാമുകളും ശവകുടീരങ്ങളും പ്രാർത്ഥനാമൂർത്തികളുമായി കഴിയുന്നു. സാധാരണ ജനത്തിന്റെ വിശ്വാസം അങ്ങനെയൊക്കെയാണ്. പക്ഷേ വേദഗ്രന്ഥങ്ങളുടെ മൗലിക പാഠം അതിലും ഉന്നതമാണ്. ഒരു ജാതി, ഒരു ദൈവം, ഒരു ജാതി. മാനവതയൊന്നാണ്. അവരെ സൃഷ്ടിച്ച ഈശ്വരൻ ഏകനാണ്. അവനെ മാത്രം ആരാധിക്കുക. അത് മോക്ഷത്തിന്റെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ മാർഗമാണ്. ഈ സ്നേഹ സന്ദേശമാണ് സഹോദരങ്ങളെ ഇസ്ലാമും ഖുർആനും പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുക. ഈ സർവമത സമ്മേളനത്തിന്റെ മഹാവെളിച്ചത്തിൽ നിന്ന് നിങ്ങളുടെ മതതാരതമ്യ പഠനത്തിലൂടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ തെളിച്ചത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദൈവമേ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ഏക ദൈവം മാത്രമാണ്, ഒരേയൊരു സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹനെന്ന മഹാസത്യം. ആ സത്യം എന്റെ സ്നേഹ സുഹൃത്തുക്കൾക്ക് മുമ്പിലും പണ്ഡിതന്മാർക്ക്, മഹാചിന്തകന്മാർക്ക്, മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർക്ക് മുമ്പിലും സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, ഗുണകാംക്ഷയുടെ ഭാഗമായി സമർപ്പിച്ചുകൊണ്ട് ഈ മഹാസദസ്, 10,000 ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ സദസ്സിന്, ആ സഖാവിനെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ സ്നേഹഭാഷണത്തിന് നിങ്ങളുടെ അനുമതിയോടുകൂടി വിരാമം കുറിക്കട്ടെ. ദൈവമേ നീ സാക്ഷിയാണ്. അല്ലാഹുമ്മ ഷ്ഹദ് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി ഇസ്ലാമിന്റെ സമാധാന ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.